ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിക്രമിനോട് വിവരിച്ച് തന്നെ പറയുകയാണ്. അന്ന് ശുചീന്ദ്രത്ത് വെച്ചിട്ട് അച്ഛനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അവർ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കാരണം. അപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാനും അച്ഛനും കൂടെ വന്ന് വിളിച്ചിട്ട് പോലും നീ വരാൻ കൂട്ടാക്കിയില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതിന് കാരണം ഞാൻ പറയാം. വിക്രമിനോട് എന്തായാലും എനിക്കത് പറയണം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ സംഭവങ്ങളൊക്കെ പറയുകയാണേ. അന്ന് അന്ന് ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന ആ വഴിയിൽ വെച്ചിട്ട് എന്നെ ബലമായിട്ട് തട്ടിക്കൊണ്ട് പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രമയ്ക്ക് ബലമായിട്ടോ എന്ന് ചോദിക്കാം. അതെ, ബലമായിട്ട് എന്നെ അവർ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വെച്ച് അച്ഛൻ്റെ ജീവൻ എന്നോട് വില പറയുകയാണ് ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം എന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് വേദന ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. വേദ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പക്ഷേ വിക്രമിനെ ഉപേക്ഷിച്ച് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ ജീവനോടെ വീട്ടിലേക്ക് വരില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അവരുടെ ഉദ്ദേശം നമ്മൾ തമ്മിൽ പിരിക്കുക എന്ന് മാത്രമല്ലായിരുന്നു, മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്ന് അറിയട്ടെ. ഇത് എന്നോടുള്ള ദേഷ്യം കൊണ്ടോ വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ല ശ്രീകാന്തേട്ടൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയാണ് പിന്നെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് പിന്നെ ആ സ്വത്തുക്കളാണ് കാരണം എന്ന് പറയും കേട്ടോ. സ്വത്തുക്കളോ എന്ന് ചോദിക്കട്ടോ. അതെ, മുത്തച്ഛൻ ഭൂരിഭാഗം സ്വത്തുക്കളും എൻ്റെ പേരിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ശ്രീയേട്ടൻ നോക്കുന്ന എല്ലാ കമ്പനികളും എൻ്റെ പേരിലാണ്. എൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ജനിക്കുന്ന മക്കൾക്കാണ് അത് അവകാശം വരിക. അതുകൊണ്ടാണ് എൻ്റെയും ദർശൻ്റെയും കല്യാണം അവർ തീരുമാനിച്ചത്. പക്ഷേ എനിക്കോ ദർശനോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. എനിക്ക് ആ ഒരു സ്വത്തുക്കളിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെ സ്വത്തുക്കൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശ്രീയേട്ടനും അതുപോലെ തന്നെ ദീപ്തിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അന്ന് അവരെന്നെ തട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണേ. ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അവർ അച്ഛനെ കൊല്ലുന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് ചോദിക്കുന്നോട് വേദ ചോദിക്കുകയാണ്, ഇതെങ്ങോട്ടാ ഈ ധൃതിപ്പെട്ട് പോകുന്നത്? എനിക്ക് അവനോട് ഇപ്പം തന്നെ ചോദിക്കണം. ഇതങ്ങനെ വിട്ടാൽ ശരിയാവൂല എന്ന് പറയാൻ കേട്ടോ. എന്നോട് ചെയ്തതൊക്കെ ഞാൻ മറക്കും, പക്ഷേ ഇതങ്ങനെയല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയാനെങ്കിൽ എടുത്ത് ചാടി ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ചെയ്തതിന് ഒരു ഫലം ഇല്ലാതാവും എന്ന് പറയാം കേട്ടോ. കാര്യങ്ങളൊക്കെ നമുക്ക് നിയമപരമായി തന്നെ നേരിടണം. ഇപ്പോൾ ശ്രീയേട്ടൻ അടക്കി വാഴുന്ന എല്ലാ സ്ഥാപനങ്ങളും നാളെ വിക്രമിൻ്റെ പേരിലാവും. ഇന്ന് ശ്രീയേട്ടൻ ഇരിക്കുന്ന കസേരയിൽ നാളെ വിക്രം ഇരിക്കും. അതെനിക്ക് കാണണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയണ എനിക്ക് അതൊന്നും വേണ്ട വേദ എന്ന് പറയാം കേട്ടോ. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കത് വേണം. നാളെ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതവും ഒക്കെ വേണ്ടേ വിക്രം? അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം. എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതം ഇല്ലാതാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിക്രം പറയാണ്, ശരി ഞാൻ നീ പറയണ പോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിക്രം ഒന്ന് കൂളാവാണ് കേട്ടോ. അതിനുശേഷം വേദന കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുളിക്കാനുള്ള സ്ഥലത്തേക്ക് ജോസഫും ജോണിയും വാസവനും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ ചോറും കൂതിയൊക്കെ എടുക്കണ കാണുമ്പോൾ ജോസഫ് പറയുകയാണ്, ഇത് എന്തത് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ചോറും കൂതിയൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ചോര കാണുന്നത് കേട്ടോ. എല്ലായിടത്തും ചോര കാണുമ്പോൾ ജോസഫ് വേഗം അകത്തേക്ക് ചെല്ലും. അങ്ങനെ പുളിക്കാൻ ഇങ്ങനെ കമിഴ്ന്ന് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മലത്തേക്ക് എടുത്ത് നോക്കുമ്പോഴാണ് കുത്തി കൊന്നിട്ടുള്ളത് ജോസഫിന് മനസ്സിലാവും കേട്ടോ. കുറേ വിളിക്കും കേട്ടോ. വിളിച്ചിട്ട് ലാസ്റ്റ് അനിയൻകുട്ടനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും അനിയൻകുട്ടനെ വിളിച്ച് നടക്കുകയാണ്. അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ ഓർമ്മ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കുകയാണ് കേട്ടോ അനിയൻകുട്ടൻ. അവർ കൊല്ലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ കാലൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ വേദ. വിക്രമാണെന്നുണ്ടെങ്കിൽ കള്ള നോട്ടൊക്കെ നോക്കിയിട്ട് വേദന തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വേദ ചോദിക്കും, എന്താ ഒരു കള്ള നോട്ടം എന്ന് പറയാം കേട്ടോ. കള്ളനെ പോലെ ഇവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കില്ലേ, പിന്നെ ഇങ്ങനെ കള്ളനെ പോലെ നോക്കാതിരിക്കും എന്നൊക്കെ പറയാനുണ്ട്. അന്നേരം വേദ പറയാണ്, അതെ ഇപ്പോൾ ഈ കള്ളനെ എല്ലാവരും കൈയോടെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയും കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ഒരു തലനെ എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, എൻ്റെ പെണ്ണിനെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറയും, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയിക്കോടോ എന്ന് പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. എന്തായാലും കള്ളൻ്റെ ഒളിവ് ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഒരു പുസ്തകമാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലേ നമുക്ക് ആക്കാലോ. ഇതൊരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ പല സൈസിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ കേട്ടോ. ഇരുന്നിട്ടും അതുപോലെ നിന്നിട്ടും
നിന്നിട്ടും വിക്രമിൻ്റെ തോളിൽ കൈയിട്ടിട്ടും അതുപോലെ ചേർന്ന് പിടിച്ചിട്ടൊക്കെ അങ്ങനെ കുറേ ഫോട്ടോസുകൾ വേദ തൻ്റെ ഫോണിൽ ഇങ്ങനെ ഫോട്ടോസുകൾ എടുക്കുകയാണ്. എന്നിട്ട് വിക്രമിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കൂട്ടോ. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിക്രമും ഇങ്ങനെ വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാവുമല്ലോ. പുളിക്കൻ എല്ലാ കാര്യങ്ങളും വാസുവിനോട് തുറന്ന് പറയുമ്പോൾ എനിക്ക് നാളെ പോകാമല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദന മുഖം പോകാണ് കേട്ടോ. അങ്ങനെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാവണമെന്ന് പറയുമ്പോൾ, ഇന്ന് ആരും അറിയാതെ ഞാൻ ഈ പിൻവാതിലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നാളെ മുൻവാതിൽ കൂടെ നിന്നെ വിളിക്കാനായിട്ട് വരൂലേ എന്ന് ചോദിക്കട്ടോ. എന്ത് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകും? ഞാൻ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, എടോ ശങ്കരനാരായണ, തൻ്റെ മകളെ കൂടെയായിരുന്നു ഞാൻ ഇത്ര നാൾ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞതെന്ന് പറയും. എന്നിട്ട് നിന്നെ കൊണ്ട് ഞാനൊരു പോക്ക് പോകും എന്നൊക്കെ അങ്ങനെ വിക്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓഹോ, അങ്ങനെയൊക്കെ പറയുമോ എന്ന് ചോദിക്കണം. ആ എന്താ പിന്നെന്താ അങ്ങനെ പറഞ്ഞാൽ? പിന്നെ എൻ്റെ പെണ്ണിനെ എനിക്ക് കൊണ്ടുപോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് തന്നെ വിക്രം ഇങ്ങനെ വേദനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നിന്റെ ശ്രീയേട്ടന് ഞാൻ ഒരു പണി കൊടുക്കുന്നുണ്ട്. അത് എന്നോട് ചെയ്തതിനൊന്നുമല്ല, പക്ഷെ എൻ്റെ അച്ഛനോട് ചെയ്തത് ഞാൻ മറക്കൂല. അതിനൊരു പണി കൊടുക്കും. പിന്നെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടിച്ച് അവൻ്റെ പല്ല് ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കാനൊക്കെ പോണ പോലെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്ക് നീയുമായിട്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നീ പറഞ്ഞതുപോലെ കേസും കോടതിയും പോലീസും അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം. സമൂഹത്തിന് മുന്നിൽ തെറ്റുകാരാണെന്നുള്ള രീതിയിലല്ല, സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നമുക്കൊരു ജീവിതം വേണ്ടേന്ന് വിക്രം വേദയോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് വിക്രം അങ്ങനെ പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ വേദന ഉമ്മ വയ്ക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യാണ്. അങ്ങനെ ഫോൺ എടുക്കും. ജോസഫ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം എടുക്കാണ് കേട്ടോ. എടുത്ത വഴിക്ക് വിക്രം ആകെ ഞെട്ടിത്തരിക്കുകയാണ്. അവിടുത്തെ ഒരു വാർത്ത കേട്ടിട്ടാണോ? അതെ, എപ്പോഴെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. അന്നേരം വിക്രം ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം പറയാണ്, അത് പിന്നെ ജോസഫാണ് വിളിച്ചത്, പുളിക്കനെ ആരോ കൊന്നു എന്ന് പറയാൻ കേട്ടോ. കൊന്നു എന്ന് ചോദിക്കണം കേട്ടോ. അതെ, ഇന്ന് പുളിക്കൻ ഇതിൻ്റെ അടുത്തേക്ക് വാസവനും ജോസഫും കൂടെ ചെല്ലുന്ന സമയത്ത് പുളിക്കൻ ആരോ കൊന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ വേദയും വിക്രമും. പിന്നെ കാണിക്കുന്നത് പുളിക്കൻ്റെ ഡെഡ് ബോഡി പോലീസുകാരും ആൾക്കാരൊക്കെ കൂടെ ചേർന്നിട്ട് ആംബുലൻസിലാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ജോസഫും അതുപോലെ തന്നെ വാസവനൊക്കെ ഉണ്ട്. അങ്ങനെ അത് കൊണ്ടുപോയതിന് ശേഷം വാസവൻ ഇങ്ങനെ പറയാണ്, നമ്മൾ ഈ പുളിക്കനിരിക്കുന്ന സ്ഥലം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരോ അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെക്കാൾ മുമ്പ് ആരോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ എന്തേ ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ കൈയൊക്കെ കെട്ടിയിട്ട് കാറിലാക്കിയിട്ടുണ്ട്, കാറിലിരുത്തിയിട്ടുണ്ട്. അവർ കൊല്ലും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സാറേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പുളിക്കനെ കൊല്ലുന്നത് ആരാണെന്ന് അനിയൻകുട്ടന് അറിയാം. കൊല്ലുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ഇങ്ങനെ സമനില തെറ്റിയ പോലെ ആയിരുന്നു പറയട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ജോണിയും പറയുന്നുണ്ടോ, ഞങ്ങളിവിടെ ഇന്നലെ ഇരുന്നാൽ മതിയായിരുന്നല്ലേ, ചെറുതായിട്ട് അടിച്ചുള്ളൂ സാറേ, പക്ഷേ ആകെ ഫിറ്റായി പോയി എന്ന് പറയട്ടോ. അപ്പോൾ ജോസഫും പറയും, ഞാൻ അധികമൊന്നും അടിച്ചില്ല, പക്ഷേ എന്തോ ഓർമ്മ പോയ പോലെ ആയിരുന്നു എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം വാസവൻ പറയുകയാണ്, എന്തായാലും ഇതങ്ങനെ വിടാനൊന്നും പറ്റൂലല്ലോ, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എന്നൊക്കെ പറയുകയാണേ. എന്തായാലും അനിയൻകുട്ടനെ ഒരു ഡോക്ടറെ കാണിക്കണം എത്രയും പെട്ടെന്ന് തന്നെയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് ശരി എന്ന് പറയണേ. അങ്ങനെ കാറിൽ വന്ന് നോക്കുമ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ കൊല്ലുന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അതിന് കഴിഞ്ഞതിന് ശേഷം ശ്രീനിവാസനും വാസവനും കൂടിയിട്ട് കൂടിക്കാഴ്ച നടത്താണ്. അപ്പോൾ ശ്രീനിവാസൻ വാസവനെ കാണുമ്പോൾ പറയും, ഞാൻ മരിച്ചെടുത്ത് അവരുടെ വീട്ടിലും പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നതാണ്, എന്തായാലും കൂടെ നിന്ന് ചതിച്ചതാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചെല്ലാതിരിക്കാൻ പറ്റൂലല്ലോ, ഇത്ര നാളും നിഴലായിട്ട് നിന്നതല്ലേ, സാറിൻ്റെ കൂടെ നിന്നിട്ട് അവസാനം ഇതാണല്ലോ വിധി എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ ഭാര്യ കരയുന്നത്. എന്തായാലും എന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഭാര്യ കരയുന്ന കേട്ടപ്പോൾ എനിക്കും വല്ലാത്ത സങ്കടമൊക്കെ തോന്നി എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വാസവൻ പറയാണ് കേട്ടോ, എന്തായാലും ഒറ്റ കൊടുത്തതിൻ്റെ ശിക്ഷയായി കൊന്നതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വാസവൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ശ്രീനിവാസന് മനസ്സിലാവാണേ. അപ്പോൾ ശ്രീനിവാസൻ പറയും, ഞാനങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല, മാത്രമല്ല ഞാൻ എന്തായാലും ആളെ കൊല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യാറില്ല, അതൊക്കെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നുമല്ല, രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്, അതിനുശേഷം ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണേ.
അപ്പോൾ വാസവൻ ചോദിക്കും, അപ്പോൾ ഇതിൽ പങ്കില്ല എന്നാണോ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിൽ എതിരാളി എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ഒരു എതിരാളി എന്നുള്ള രീതിയിലല്ല ഞാൻ ചോദിച്ചത്, സത്യം അറിയാനാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വാസവനോട് ശ്രീനിവാസൻ പറയുകയാണില്ല, എനിക്കിതിൽ പങ്കില്ല എന്ന് പറയും കേട്ടോ. ഞാൻ വിചാരിച്ച് വിക്രമായിരിക്കും ഇത് ചെയ്യിച്ചെന്ന്. ഒരിക്കലും അല്ല, വിക്രം ഒരിക്കലും അതങ്ങനെ ചെയ്യൂല. മാത്രമല്ല ഒരാളെ കൊല്ലാൻ ഒരിക്കലും വിക്രം മുതിരില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരിക്കലും വിക്രമല്ല വഴലിനെ കൊന്നതെന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ എനിക്കത് മനസ്സിലായി. ഈ പുളിക്കൻ്റെ മരണത്തോട് കൂടിയിട്ട് എനിക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും അവരെ ഞാൻ കണ്ടെത്തും, ഉറപ്പായിട്ടും ഞാൻ അവരെ കണ്ടെത്തും എന്ന് തന്നെ വാസവൻ പറയുകയാണ്. പിന്നെ വീക്കെൻഡ് പ്രമോണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ വിക്രമും വേദയും കൂടിയിട്ടുള്ള അടിപൊളി റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അവരുടെ വീട്ടിലെ ലാസ്റ്റത്തെ ദിവസമാണ്. അവിടെ വെച്ച് ആ ഒരു സമയത്ത് തന്നെയാണ് ശ്രീകാന്തിനായിട്ട് വിക്രം അടിയുണ്ടാക്കി പുറത്തേക്ക് പോകുന്നത്. അതെന്തായാലും അങ്ങനെ അവർ പുറത്തേക്ക് പോയിട്ട് വേദയും വിക്രമും കൂടെ ഒരുമിച്ച് പുറത്ത് പോകുന്നുണ്ടെന്ന് പ്രൊമോ കണ്ടിട്ട് തോന്നുന്നു. കാരണം വേറെ ഏതോ ഒരു സ്ഥലത്ത് അവർ രണ്ടുപേരും കൂടി താമസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദൂരെയായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്താണ് രണ്ടുപേരും കൂടിയിട്ട് മാറി താമസിക്കുന്നത്. അവിടെ വെച്ചിട്ട് അവരുടെ കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളും കുറേ കളിച്ചിരികളും തമാശകളും അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.